ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങളുടെ കുറവിനെ ചൊല്ലിയാണ്. എന്നാൽ 2026 T20 ലോകകപ്പിൽ നാം കണ്ടത് മറ്റൊരു സഞ്ജുവിനെയാണ്. ടൂർണമെന്റിന്റെ പകുതി വഴിയിൽ പുറത്തിരിക്കേണ്ടി വന്നിട്ടും അവിടെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് വരെ എത്തി നിൽക്കുന്ന സഞ്ജുവിന്റെ യാത്ര ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമാണ്. ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും കോച്ച് ഗൗതം ഗംഭീറിന്റെ വിപ്ലവകരമായ തീരുമാനങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു വിജയഗാഥയാണ്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യൻ ടീം ഒരു പ്രത്യേക ബാറ്റിംഗ് ശൈലിയാണ് പിന്തുടർന്നിരുന്നത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഓപ്പണിംഗിൽ എത്തുമ്പോൾ 1 down ആയി തിലക് വർമ്മ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ ടോപ്പ് 3 പൂർണ്ണമായും ഇടംകൈയൻ ബാറ്റർമാരുടേതായി മാറി. തുടക്കത്തിൽ ഇത് ഗുണകരമായെങ്കിലും എതിർ ടീമുകൾ ഈ ദൗർബല്യം മുതലെടുത്തു. ഓഫ് സ്പിന്നർമാരെ തുടക്കത്തിൽ തന്നെ പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ പൂട്ടാൻ അവർക്ക് സാധിച്ചു. ഈ ഘട്ടത്തിലാണ് സഞ്ജു സാംസൺ എന്ന വലംകൈയൻ ബാറ്ററുടെ ആവശ്യകത ടീമിന് ബോധ്യപ്പെട്ടത്. സഞ്ജു ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 4 മത്സരങ്ങളിൽ 3ലും പുറത്തിരുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് അസുഖം ബാധിച്ച ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. എന്നാൽ സൂപ്പർ 8 എത്തിയപ്പോൾ കാര്യങ്ങൾ മാറി. സിംബാബ്വെക്കെതിരായ നിർണായകമായ ഡു ഓർ ഡൈ മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണറായി തിരികെ വിളിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. പല ക്രിക്കറ്റ് നിരീക്ഷകരും കരുതിയത് സഞ്ജുവിനെ ടീമിൽ എടുത്തത് വെറും ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്താനാണെന്നാണ്. എന്നാൽ സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവേ ഗൗതം ഗംഭീർ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഗംഭീറിന്റെ വാക്കുകളിൽ സഞ്ജുവിനെ ടീമിലെടുത്തത് ഏതെങ്കിലും ഒരു ബൗളിംഗ് ശൈലിയെ പ്രതിരോധിക്കാനല്ല, മറിച്ച് ഇന്ത്യയുടെ ബാറ്റിങ്ങിന് കൂടുതൽ മൂർച്ച നൽകാനായിരുന്നു. ഒരു ലോകോത്തര ബാറ്റർ ഏതുതരം ബൗളിങ്ങിനെയും നേരിടാൻ പ്രാപ്തനായിരിക്കണം. അത് ഓഫ് സ്പിന്നറോ ലെഫ്റ്റ് ആം സ്പിന്നറോ ആകട്ടെ. സഞ്ജുവിനെ ഞങ്ങൾ ടീമിലെടുത്തത് അദ്ദേഹത്തിന്റെ അഗ്രസീവ് ശൈലി ടീമിന് ഗുണകരമാകുമെന്ന് കണ്ടുകൊണ്ടാണ്. ആദ്യത്തെ 6 ഓവറുകളിൽ മത്സരം എതിരാളികളിൽ നിന്ന് തട്ടിയെടുക്കാൻ സഞ്ജുവിനുള്ള കഴിവ് മറ്റാർക്കുമില്ല, ഗംഭീർ വ്യക്തമാക്കി. ടീമിലെ ഓരോ താരത്തിനും നൽകുന്ന റോളുകൾ വ്യക്തമായിരിക്കണമെന്ന് നിർബന്ധമുള്ള പരിശീലകനാണ് ഗംഭീർ. സഞ്ജുവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആക്രമണപരവും അനുഭവ സമ്പത്തും ടീമിൽ സൃഷ്ടിക്കുന്ന സ്വാധീനവുമാണ് മാനദണ്ഡമായത്. ടീമിനുള്ളിലെ അന്തരീക്ഷം എത്രത്തോളം ലളിതമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഗംഭീർ പങ്കുവെച്ച ഒരു അനുഭവം. സിംബാബ്വെക്കെതിരായ മത്സരത്തിന് മുമ്പ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിലാണ് സഞ്ജുവിനോട് താൻ നാളെ കളിക്കുന്നുണ്ടെന്ന് ഗംഭീർ പറയുന്നത്. ഒരു ഹെഡ് കോച്ചിന്റെ ഗൗരവമില്ലാതെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു ആ സംഭാഷണം. നാളെ നീ കളിക്കുന്നുണ്ടെന്ന് ഗംഭീർ പറഞ്ഞപ്പോൾ വളരെ ശാന്തനായി അത് വന്നോട്ടെ എന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി. ടീം മീറ്റിംഗുകൾ 10 മിനിറ്റിൽ കൂടുതൽ നീണ്ടുപോകാൻ ഗംഭീർ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായ സംഭാഷണങ്ങളിലൂടെ താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സഞ്ജുവിനെ പോലെ ഒരു താരത്തിന് ആവശ്യമായിരുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഒരു ഉറപ്പായിരുന്നു. സൂപ്പർ 8ലെ സിംബാബ്വെക്കെതിരായ മത്സരത്തോടെ സഞ്ജു തന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മാറി. പിന്നീട് നടന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ എന്നും ഓർത്തിരിക്കുന്ന പ്രകടനങ്ങളായിരുന്നു. അവസാനം കളിച്ച 3 മത്സരങ്ങളിലും 80ലധികം റൺസ് നേടിക്കൊണ്ട് സഞ്ജു ടീമിന്റെ നട്ടെല്ലായി. ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുള്ള ഫൈനൽ മത്സരത്തിൽ പോലും അചഞ്ചലനായി ബാറ്റ് വീശിയ സഞ്ജു ടോപ്പ് സ്കോററായി മാറി. പവർ പ്ലേ ഓവറുകളിൽ ബൗണ്ടറികൾ കണ്ടെത്തുന്നതിനൊപ്പം സിംഗിളുകളും ഡബിളുകളും ഓടിയെടുത്ത് സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പ്രകടനങ്ങളുടെ എല്ലാം ഫലമായാണ് സഞ്ജുവിനെ തേടി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം എത്തിയത്. സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായി ഇത് മാറി. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നീ ടോപ്പ് 3യും അവർക്ക് പിന്നിലെ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ എന്നിവരടങ്ങുന്ന ഈ നിര ഏതൊരു ബൗളിംഗ് നിരയും ഭയപ്പെടുത്തുന്നതാണ്. ഗംഭീർ വിഭാവനം ചെയ്ത ആധുനിക T20 ക്രിക്കറ്റിന്റെ പരിപൂർണ്ണ രൂപമായിരുന്നു ഈ ടീം. ഇഷാൻ കിഷനെ 3ാം നമ്പറിലേക്കും തിലക് വർമ്മയെ ഫിനിഷർ റോളിലേക്കും മാറ്റിയത് വഴി ടീമിന് കൂടുതൽ ആഴം ലഭിച്ചു. സഞ്ജു എന്ന വലംകൈയൻ ഓപ്പണറുടെ വരവ് ബാറ്റിംഗ് ഓർഡറിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവന്നു. സഞ്ജു സാംസണിന്റെ വിജയം കേവലം വ്യക്തിപരമായ ഒന്നല്ല, അത് തഴയപ്പെടുന്നവർക്കും പോരാടുന്നവർക്കുമുള്ള വലിയൊരു സന്ദേശമാണ്. ഗൗതം ഗംഭീർ എന്ന തന്ത്രജ്ഞനായ പരിശീലകൻ സഞ്ജുവിലെ പോരാളിയെ തിരിച്ചറിയുകയും അദ്ദേഹത്തിന് കൃത്യമായ അവസരം നൽകുകയും ചെയ്തു. ഓഫ് സ്പിൻ ഭീഷണി പോലുള്ള ചെറിയ കാരണങ്ങൾക്കപ്പുറം സഞ്ജുവിന്റെ നൈസർഗികമായ കഴിവിനെയാണ് ഗംഭീർ വിശ്വസിച്ചത്. ആ വിശ്വാസത്തിന് സഞ്ജു നൽകിയ മറുപടിയായാണ് ആ ലോകകപ്പ് കിരീടവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ട്രോഫിയും. ഈ ലോകകപ്പ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് സുവർണ്ണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു പുതിയ തുടക്കമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സഞ്ജു യുഗത്തിന്റെ ഉദയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.